കുണ്ടല രാജ്യം ചെറിയ ഒരു ഊച്ചിപ്പിണക്കത്തിന്റെ പേരിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം സ്ക്രീനിൽ രാജൻ കേറി വിട്ടു. രാജൻ ഏതെങ്കിലും 30 മീറ്റർ അപ്പുറത്തേക്ക് വിടും. രാജൻ തൃശൂർ വ്യൂഹത്തിലുള്ള സമയമായി. പെരുമ്പറ മുഴങ്ങട്ടെ. രാജൻ എടാ രാജഗുരു, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാ, ഇത് യുദ്ധഭൂമിയാണോ അതോ ഉത്സവപ്പറമ്പാണോ? ഞാനൊന്നും ചെയ്തല്ല. LKG പഠിക്കണ നിങ്ങളുടെ ചെറുക്കൻ പെരുമ്പറ എടുത്തോണ്ട് പോയതോ? രാജൻ അത് ഇതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉള്ളത് വെച്ച് കീച്ചിക്കോ. അടിച്ചിട് രാജൻ, അവനെ അടിച്ചിട്. അവിടുന്ന് എന്റെ പടനായകനല്ലേ ആ പോയത്? എന്റെ ദൈവമേ. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കാൻ പറഞ്ഞോ. ഇന്നത്തെ യുദ്ധത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ബാലൻസ് യുദ്ധം നാളെ രാവിലെ ഒരു 6-6:30 തുടങ്ങും. കറങ്ങി അടിച്ചടക്കാതെ ഇങ്ങി വന്നേക്കണേടാ. 6:30 വരെ തല സൈഫാ. ആണ് ചുമ്മാ ആവശ്യമില്ല. നാളെ കാണാൻ ഒരു വിഷയമില്ല. എല്ലാം ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും പടനായക, ഇതന്നെ നിന്റെ മൂക്കിന്ന് ചോര വരുന്നേ? ഞാനവിടെ തേങ്ങ പൊതിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ. രാജാവ് കണ്ടല്ലേ ഞാൻ തെരച്ചു വീണത്. അവന്മാരെന്നെ അച്ചറം വെച്ച് അവിടെ ഇടിച്ചു കൂട്ടിയത്. അയ്യോ പോട്ടടാ, സോറി. രാജാവേ, ഒരുമാതിരി പോക്കർജനം കാണിക്കരുത്. ഞാൻ എന്നാ പോക്കിത്തരാണ്? നിങ്ങൾക്കെല്ലാവർക്കും നട്ടലുള്ള വാളും എനിക്ക് ഈ നട്ടലില്ലാത്ത വാളും. എടാ ബുദ്ധിരഹിത, എടാ ഇത് ഉറുമിയാടാ. ഉറുമിയായിരുന്നു. അയ്യോ രാജാവേ, നമ്മുടെ രാജമാതാവിനെ കാണാനില്ല. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്, എവിടെ നമ്മുടെ രാജമാതാവ്? അപ്പൊ അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ ബാഹുബലി സിനിമയിലെ ഈ 2 കല്ലിന്റെ അറ്റത്ത് തുണി കെട്ടിട്ട് ആകാശത്തേക്ക് വിടുന്ന ഒരു സീനില്ലേ? അത് നമ്മുടെ ഭടന്മാരൊന്ന് ട്രൈ ചെയ്തു. വെരി ഗുഡ്. തുണിക്ക് പകരം കെട്ടിയത് രാജമാതയുടെ സാരത്വം. എന്നിട്ട് പ്രഭു ഒന്ന് കാണായിരുന്നു. 2 കല്ലിന് നടക്കും ആംഗ്രിമേട് പോണ പോലെയല്ലേ രാജമാത പോയത്? അപ്പൊ അത് രാജമാതയായിരുന്നല്ലേ? പിന്നെ എന്നാന്നോർത്ത് ഞാൻ വിചാരിച്ചത് കൊട്ടത്തേങ്ങ. ഞാനും വെച്ച് കൊടുത്തൊരു തൊഴി. എന്റെ ദൈവമേ, നീയൊക്കെ കൂടെ എന്റെ രാജമാതയെ കൊന്നോടാ. നിനക്കറിയാവോ? ഇല്ല. രാജമാത എന്റെ ശ്വാസമാടാ, ശ്വാസം. ഈ ചെറിയ തുളയെ കൂടെ രാജമാത വരും. രാജാവേ, നിന്ന് ഞഞ്ഞാ മുഞ്ഞാ പറയാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കണം. നമ്മുടെ രാജ്യത്ത് സുഷമ്മ 5 മാസം ഗർഭിണിയാണ്. ഗായത്രി 8 മാസം ഗർഭിണിയാണ്. സിന്ധു 9 മാസത്തോളം ഗർഭിണിയാണ്. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാ, നീ രാജഗുരുവാണോ അതോ ഗൈനക്കോളജിസ്റ്റ് ആണോ? നാട്ടിലുള്ള സകല പെണ്ണുങ്ങളുടെ ഗർഭം നിനക്കറിയാലോ. അതല്ലെന്ന് എന്തേലും പറഞ്ഞു. അത് കണ്ടോ, യുദ്ധം കഴിഞ്ഞിട്ട് നമ്മുടെ മന്ത്രിമുഖ ഗ്രൗണ്ടിൽ കൂടെ ചിരിച്ചോണ്ട് കിടക്കുന്നത്. ആണ്ടത് ചിരിച്ചോണ്ട് നടക്കണല്ല, അവന്മാരെ പിടിച്ച് പുള്ളിയുടെ വാവലിച്ച് കീറി വിട്ടേക്കണതാ. എങ്ങനെ വലിച്ചു കീറാതിരിക്കും? നമ്മുടെ അവസ്ഥ നാളെ ഇതല്ലേ. ഈ കൂവക്കണിങ്ങനെ കൊണ്ടൊന്നും യുദ്ധം ചെയ്യിപ്പിക്കാൻ പറ്റിയല്ലെന്ന് ഞാൻ രാജനോട് എത്ര തവണ പറഞ്ഞതാ. ഈ 20 രൂപയുടെ കരിമ്പിൻ ജ്യൂസ് വിറ്റമിനൊക്കെ പിടിച്ച് പടനായകനാക്കി. 10 രൂപ ബോംബെ കൂടെ വിറ്റ് കിടന്ന് നിനക്ക് രാജഗുരു ആവെങ്കിൽ എനിക്ക് പടനായകനും ആകാം. അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാനിപ്പൂരി വിറ്റ് കിടന്ന് ഈ പുള്ളി രാജാവായില്ലേ? നമുക്കെല്ലാം എടാ കാസറ്റ് പള്ളി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? എടാ കഴിഞ്ഞ ദിവസം ഞാൻ ആ കാട്ടിലെ കക്കൂസി പോയപ്പോ നീ എന്തിനാണ് പുറത്തുനിന്ന് പൂട്ടിട്ടത്? ആണ്ടത് പ്രഭു ആയിരുന്നു. പിന്നെ നീ എന്നെ വിചാരിച്ചു? ഒരൾച്ച കേട്ടപ്പോ ഞാൻ ഓർത്ത് ഏതോ കടുവ വന്നതിനകത്തിരിക്കുന്നു. അതല്ല ഞാൻ പൂട്ടിയിട്ടത്. നിനക്ക് പൂട്ടിയിട്ടിട്ട് അങ്ങ് പോയാ മതി. ഞാൻ അതിന്റെ അകത്ത് കിടന്ന് അനുഭവിച്ചത്. അവിടുന്ന് തലയും കുത്തി ഞാൻ താഴെ പോയി. നീ ഇത് കണ്ടോ? ഹായ് മീമുള്ളു രാജാവേ, അല്ലെങ്കിൽ ഈ രാജഗുരു വന്നുടായിപ്പാണ്. ഈ യുദ്ധം തുടങ്ങിയ ഫസ്റ്റ് ദിവസം തന്നെ ഇങ്ങനെ ആബ്സെന്റ് ആയിരുന്നു. അതിനാണ് നീ ആബ്സെന്റ് ആയത്? ഞാനത് എവിടെ പോയല്ല. എനിക്ക് ഒരാഴ്ചയോളം കുരങ്ങു പനിയായിരുന്നു രാജൻ. എന്റെ ദൈവമേ, പലതരത്തിലുള്ള പനി ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം മുഖച്ഛായ വെച്ചിട്ടുള്ള പനിയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് രാജൻ യമനെ പറഞ്ഞു വിടുവാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ എല്ലാ ചെലവും ഞാൻ എടുത്തോളാം. ആര് വഹിക്കും? ഞാൻ വഹിക്കും. എന്റെ ദൈവമേ, ഒരു പാൽ ചായ കുടിക്കാൻ കാശില്ലാഞ്ഞിട്ട് കട്ടൻ ചായക്കകത്ത് കുട്ടിക്കൂറ പൗഡർ കലക്കി അത് കലക്കി കുടിക്കുന്നവനാ പറയുന്ന യുദ്ധത്തിന്റെ ചെലവ് മുഴുവൻ അവൻ വഹിച്ചോളാം. ഒന്ന് പോരാടുന്നു. എന്നാ പോയി കുറച്ച് കഞ്ഞി വെക്കാം. അതായിരിക്കും നല്ലത്. അത് പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത്. ഇവിടെ
നമ്മൾ അന്യദേശത്തിലെ സന്ദേശം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു സുഭാഷ് പ്രാവിനെ വളർത്തിയിരുന്നു. ആ സുഭാഷ് പ്രാവിനെ കാണുന്നില്ല. ഈ വാലിന്റെ അറ്റത്തൊരു ചുമല ബ്രൗൺ ഉള്ള ഒരു പ്രാവാണ്. അതെ അതെ അത് തന്നെ അത് തന്നെ അത് ഈ തന്നെ തലയിൽ ഇങ്ങനെ കൊമ്മള പോലെ അവന്റെ പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്ന പ്രാവ്. അത് തന്നെ അത് തന്നെ അത് ഈ തന്നെ. ആരോടിച്ചാലും ഓടിപ്പോത്തൊരു പ്രാവ്. എടാ അത് തന്നെ. രാജാവ് എന്നോട് ക്ഷമിക്കണം. എന്തിനാ? ഞാൻ അവനെ ചുട്ടു തിന്നു. അമ്മേ, അതിനെ ചുട്ട് തിന്നാടാ നീ? അയ്യോ എടാ മഹാഭാവി, അതിന്റെ വാലിന്റെ അറ്റത്ത് ഒരു വെള്ള പേപ്പറിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നല്ലോ. അയ്യോ അത് സന്ദേശമായിരുന്നാ. ആ. ഞാൻ വിചാരിച്ച് തിന്നു കണ്ട് കിറി കൊടുക്കുള്ള ടിഷ്യൂ പേപ്പർ ആയിരിക്കും. പറഞ്ഞ കേട്ടോ, എന്റെ സുഭാഷ് പ്രാവിനെ അവൻ ചുട്ട് തിന്ന്. പോയി ചോദിക്കും പ്രഭു, ചോദിക്കും ഗുരു. ചോദിക്കാൻ പറ്റത്തില്ല. അതിനാ ലെഗ് പീസ് അവൻ എനിക്ക് തന്നായിരുന്നു. എഴുന്നേറ്റടാ, എഴുന്നേറ്റടാ. എടാ വെളുത്തുള്ളി, നീയോ അവന്റെ കൂടെ കൂട്ടി നല്ലടാ. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇത്ര ഇഷ്ടമല്ലെങ്കിൽ എന്നെ ഈ രാജ്യത്ത് നിന്ന് പറഞ്ഞു വിടറോ. നിന്നെ ഈ രാജ്യത്തുനിന്നല്ല, ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഞാൻ ഗെട്ടൗട്ട് അടിക്കും. ഈ യുദ്ധം ഒന്ന് കഴിയട്ടെ. ഞാൻ എന്റെ രാജിക്കത്ത് അങ്ങ് തന്നേക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങ് തന്നേര്. അത് മേടിക്കാൻ താനുണ്ടാവൂ. അതെന്നാ? ഈ യുദ്ധം കഴിയുമ്പോ അവര് തന്നെ കൊന്നുകളയും. പറഞ്ഞാ ഈ ധനുഷ്കോടിനെ എവിടെയെങ്കിലും കൊണ്ട് കളടാ. ധനുഷ്കോടി അതിന്റെ പേര് പറഞ്ഞു കേട്ടടാ. ധനുഷ്കോടി നാടുണ്ടോടാ നിനക്ക്? നീ ചിരിക്കണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പിന്നെ നീ എന്നെ കെട്ടാൻ പോവാണല്ലോ. ആഹാ രാജാവേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ? അപ്പുറത്തെ രാജ്യത്തെ പടനായകനെ നിങ്ങൾ കണ്ടോണ്ടോ? കണ്ടിട്ടുണ്ട്. ഉറുമിയിലെ പൃഥ്വിരാജ് പോലെ ഇരിക്കും. ആഹാ, അപ്പൊ നമ്മുടെ പടനായനോ? ഈ പൃഥ്വിരാജിന്റെ ഷട്ടറെ വരച്ച പോലെ. അവനാണ്. എടാ, ഒരു മാതിരി പോക്കൃത്തരം പറയരുത്. ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ രാജാവിൽ ഏറ്റവും വലിയ ഫ്രണ്ട് ആയിട്ടുള്ള വ്യക്തിയാണ്. വഴക്കുണ്ടാക്കല്ലേ ഇല്ല. രാജഗുരു, നീ പോയി കഞ്ഞി ഉണ്ടാക്കിയേ. നീ വാ, ചുമ്മാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഒന്ന് പോയി റെസ്റ്റ് ചെയ്യട്ടെ. അയ്യോ രാവിലെ തൊട്ട് വരെ ഉള്ളുന്ന. ഗുരു സംഭവം ഇത് പുകക്കുഴലല്ല, അല്ല, ഇത് ഓടക്കുഴല. ഇനി ഇതിന്റെ എല്ലാ ഓട്ടയിലും MC-യിൽ വെച്ചടിച്ചാലേ ഉള്ളൂ ഇത് ഊതി കത്തിക്കാൻ പറ്റത്തുള്ളൂ. സാരമില്ല, ഞാൻ ഊതിക്കോളാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ. ഈ പുകയില്ലാതെ കഞ്ഞി വെക്കാൻ പറ്റും? പറ്റൂലോ. എങ്ങനെ? കഞ്ഞി വെക്കാതിരുന്നാ പോരെ. അല്ല, അപ്പൊ വിശക്കത്തില്ല. അപ്പൊ നീ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ആ, ശരിക്കും ഈ യുദ്ധം എങ്ങനെ തുടങ്ങി? എടാ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ മണ്ടൻ രാജാവും അപ്പുറത്തെ രാജാവും തമ്മിൽ ചെസ് മത്സരമായിരുന്നു. മത്സരമായിരുന്നു. ഞാൻ നോക്കുമ്പോ നമ്മുടെ രാജാവ് തോറ്റോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങേർക്ക് പാടിക്കൊടുത്തു. ആളെയുണ്ട്. അപ്പൊ ആളെ ഉന്തി നമ്മുടെ രാജാവ് ജയിച്ചു. ആ പാട്ടും കേട്ട് അവിടെ കിടന്ന് ഉറങ്ങിയെന്ന്. അതിന്റെ ഈഗോയിലാണ് ഇക്കണ്ട യുദ്ധം മൊത്തം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീപ്പട്ടി എന്നാ കാണിക്കുക? കുറച്ചുകൂടെ കത്തിച്ച കഞ്ഞി വേവും. എന്റെ പൊന്നു ഗുരു, തീപ്പെട്ടി എന്നുള്ള സാധനമൊക്കെ അങ്ങ് ഉപേക്ഷിക്കും. നമ്മൾ പഴയ കാലത്തേക്ക് കിടക്കണം. സോ നമ്മൾ എങ്ങനെ ചെയ്യണം വെച്ചാൽ, പ്രാചീന കാലത്ത് മനുഷ്യർ എങ്ങനെയാണ് കഞ്ഞി വെച്ചോണ്ടിരുന്നത്? ഈ കല്ലുകൾ തമ്മിൽ കൂട്ടിവരയ്ക്കുന്നു, തീ ഉണ്ടാകുന്നു, കഞ്ഞി വെക്കുന്നു. ഫോർ എക്സാമ്പിൾ കണ്ടുപോയിക്കണം. ഹൈ തീപ്പരി വന്നു. തീപ്പരി വന്നു. വളരെ സിമ്പിൾ ആണ്. ഞാൻ രണ്ടു കോണ കാണിച്ചു തരാം. വന്നില്ലല്ലോ. വന്നില്ല. കത്തിക്കടാ, കത്തിക്കാം. കത്തിക്കടാ. എന്നാ വേറെ കല്ല് തപ്പ് വേണോ? അല്ല, ആ തീപ്പെട്ടി അവിടെ എന്താ പോയി? പ്രഭു കാലായി. പിന്നെ കൈ നീ റെന്റിന് എടുക്കൂ. അവൻ എങ്ങനെയും ഇച്ചിരി കഞ്ഞി കൊടുക്കാന്ന് ഓർത്ത് ഇത്രയിൽ വർത്താനം പറയും. കഞ്ഞി കൊടുക്കാനാണോ? കഞ്ഞി വേണം, കഞ്ഞി വേണം. കുറച്ച് കഞ്ഞി തന്നെ. പ്ലേറ്റ് ഒക്കെ എടുത്തു. അപ്പുറത്തെ അവന്മാർക്ക് ഗ്രില്ല് ചിക്കൻ. അപ്പറേ അപ്പറേ എന്തായാലും പറഞ്ഞ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോവാം. അതെ, എനിക്കാണെങ്കിൽ മുടി കൊണ്ടൊന്നും കാണാനും പറ്റില്ല. ഇത് കഴിക്കാനൊന്നും ഇല്ലേ നിന്റെ കൂടെ? വേറെ വേറെ ഞാൻ- ഇതെന്നാ കടന്ന് ചെകയുന്നത്? അല്ല, ഞാൻ പച്ചക്കഞ്ഞി കുടിക്കണ്ടെന്ന് ഓർത്തേ 3 പപ്പടം ചുടാനിട്ടായിരുന്നു. എന്നാ ഒരു പപ്പടം ഇങ്ങനെ. ആ പുല്ലാണെ കത്തിയും പോയി. അപ്പൊ പപ്പടം തിന്നാ യോഗമില്ല. എടാ ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. എടാ നീ എന്നെ പറഞ്ഞു ഇത് കഞ്ഞിയാന്നല്ലേ? എന്നിട്ട് ഇത് ചോറാന്നല്ലോ. ഓട്ടയുള്ള പാത്രം കൊണ്ട് വന്നിട്ട് എന്നെ നന്നാക്കി വിളിക്കണം. പ്രഭു, നാളെ യുദ്ധത്തിന്റെ പ്ലാൻ എന്താണ്? അത് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. നാളെ രാവിലെ നമ്മൾ എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് ഗുരു, ശരിക്കും പുള്ളി പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ല? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അതാണ് പ്ലാൻ. അപ്പൊ തലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കഞ്ഞി കുടിച്ചെങ്കിൽ പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഞാൻ തന്നെ കൊണ്ട് കഴുകി വെച്ചോ. എല്ലാരും കിടന്നുറങ്ങാൻ നോക്കി. അല്ലെങ്കിൽ നമുക്ക്
രാജ് പുള്ളി എന്താ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. അവൻ ഒറ്റയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള പരിപാടിയാ. ഞാൻ സമ്മതിക്കുമോ? ഞാനും സമ്മതിക്കത്തില്ല. അത്രേ ഉള്ളു. രാജൻ, ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല കേട്ടോ. പോയി സമ്മതി, പോയി കിടന്ന് ഉറങ്ങടാ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഒരു കാര്യമില്ല. ഈ പോയി കിടന്ന് ഉറങ്ങടാ. ഉണ്ടായി ഒറ്റ വെക്കുന്നോടാ പുല്ലേ. ഞാനാണോ ഒച്ച വെച്ചത്? പിന്നെ ആരായിരിക്കും? ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നാളെ നമ്മൾ എല്ലാരും കൂടി എമ്പുരാൻ സിനിമ കാണാൻ പോകുന്നുണ്ട്. നിർത്തിവെച്ചേക്കുന്ന യുദ്ധം ഈ നിമിഷം വീണ്ടും ആരംഭിക്കുന്നതാണ്. എന്നാ പരിപാടിയായി കാണിക്കുന്നത്? പെട്ടെന്ന് വന്ന് യുദ്ധം നടക്കാൻ പറഞ്ഞാ എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. ഇവിടെ മനുഷ്യന്മാർക്ക് കിടന്നുറങ്ങണ്ടേ? അതെ, ഗുരുവിനൊന്നും പറയാനില്ലേ? എനിക്ക് കുറച്ചും കൂടി കഞ്ഞി വെക്കാനുണ്ട്. ഇനിയിപ്പോ ഞാൻ ഒരു ഐഡിയ ഉണ്ട്. നമ്മെ കൊണ്ട് ഒറ്റയ്ക്ക് യുദ്ധം ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തിരിച്ചറിവ് വന്നു. അതുകൊണ്ട് നാം എന്റെ യുവരാജ് സിംഗിനെ, യുവരാജ് സിംഗ്, സോറി, ഈ യുവരാജ് സിംഗ്, ഈ യുവരാജപ്പട്ടം മറ്റൊരാൾക്ക് കൈമാറുന്നു. ശ്വാസമായി നെഞ്ചിലോ മുറിവുമായി വരണ്ടു പോയ മിഴികൾ കാക്കവേ ഒന്നിനെ കാട്ടിടുവാൻ സാക്ഷി ചൊല്ലുമീ വിലങ്ങുകൾ ദേശമേ നമ്മുടെ ഉടവാൾ സ്വീകരിച്ചാലും രാജൻ അച്ഛന്റെ അനിയന്റെ കൊച്ചച്ച. അച്ഛന്റെ അനിയന്റെ കൊച്ചച്ച. എടാ, അച്ഛനെയോ അമ്മേനെയോ പെങ്ങളെയോ അങ്ങനെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നീ പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരുമോ? അതെന്താ ഗുരു അങ്ങനെ ടോക്ക്? എടാ കാല, അപ്പുറത്തെ രാജാവിന്റെ പ്ലാൻ എന്താണെന്നറിയാമോ? ഇപ്പുറത്തെ രാജാവിന്റെ തല ഇറക്കാൻ. ഞാൻ നിന്റെ തല നാളെ പോകൂടാ. ഈ സമയത്ത് ചോദിക്കുന്നത് തെറ്റാണോന്ന് അറിയില്ല, എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അത് എന്നോട് ചോദിക്കരുത്. പിന്നെ സംഭവം വലിഞ്ഞു പോയെങ്കിലും എന്തായാലും അവരോട് ചോദിക്കും. അവരോടല്ലേ? ഞങ്ങളെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എങ്ങനെയാന്ന് പറ.